ജിൻഡോയുടെ ആഗ്രഹം പോലെ തന്നെ സിബിന്റെ ടീം വീണ്ടും പവർ റൂമിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയും ജാസ്മിനും ഗബ്രിയും നിലവിലെ പവർ ടീമിനെ സഹിക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മറ്റൊന്ന്, ജാസ്മിൻ ഗബ്രി ഒറ്റക്കെട്ടായി എതിരാളികളെ നേരിടാൻ തുടങ്ങി. നോറ ജാസ്മിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? ജാസ്മിൻ സ്ക്രീനിൽ നിന്നും ഔട്ടായി. പകരം അർജുനും ശ്രീതുവും ലവ് ട്രാക്കിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 39-ാം ദിവസത്തെ സംഭവങ്ങളുടെ കിടപ്പുവശം ഇങ്ങനെയൊക്കെയാണ്. ആദ്യം തന്നെ നെക്സ്റ്റ് വീക്കിലെ പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ചാലഞ്ച് ടാസ്കിലേക്ക് പോവാം. ജിൻഡോയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്ന് പറയണം. കാരണം ചങ്ക് സിബിൻ തന്നെ വീണ്ടും പവർ റൂമിൽ സെലക്ട് ആയിരിക്കുകയാണ്. നെസ്റ്റിനും ഡെന്നിനും ടണലിനും ഈക്വൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ പവർ ടീമിന് കൂടെ മത്സരിക്കാനുള്ള ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ടീം നെസ്റ്റിനാണ് ആ നറുക്ക് വീണത്. അതിനുള്ള കാരണമായി പറഞ്ഞത് ഡെന്നിലെ മെമ്പറായ ഗബ്രി മിസ്ബിഹേവിയർ കാണിക്കുന്നത് കൊണ്ടും അതുപോലെ പവർ ടീമിൽ കയറിയാൽ നോമിനേഷനിൽ വരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡെന്നിനെ പവർ ടീം ഒഴിവാക്കിയത്. ഇനി ടണലിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷവും എവിക്ഷൻ നോമിനേഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും പുറത്തു പോയാൽ പവർ ടീമിലെ അംഗസംഖ്യ കുറയും. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ടണലും ഒഴിവാക്കപ്പെട്ടത്. അങ്ങനെയാണ് നെസ്റ്റ് സെലക്ട് ആവുന്നത്. സംഗതി പവർ ടീം ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങളായി പറഞ്ഞതെങ്കിലും അവർക്ക് ഫേവറബിൾ ആയ ഒരു ടീമിനെ തന്നെയാണ് അവർ സെലക്ട് ചെയ്തത്. കാരണം നെസ്റ്റിനുള്ള ഭൂരിഭാഗവും പവർ ടീമിനെ പിന്താങ്ങി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ്. സ്വാഭാവികമായും അവർ പവർ ടീമിൽ എത്തുമ്പോൾ ഉപകരിക്കും. മറ്റുള്ള ടീം വരുമ്പോൾ അവസ്ഥ അങ്ങനെയല്ല. ബാക്കി രണ്ട് ടീമും നിലവിലെ പവർ ടീമിന് ഒരു പണി കൊടുക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ എളുപ്പമായി. സിബിനാണെങ്കിൽ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്, ഡെന്നെ സെലക്ട് ചെയ്താൽ പണിയാകും എന്നൊക്കെ. അപ്പോൾ ഫേവറബിൾ ആയ ഒരു ടീമിനെ തന്നെയാണ് പവർ ടീം സെലക്ട് ആക്കിയത്. 3 റൗണ്ടുകളായാണ് ഈ ഒരു ചാലഞ്ച് ടാസ്ക് നടന്നത്. ഫസ്റ്റ് റൗണ്ടിലെ കാലുകൊണ്ട് ചരട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് അതിൽ കിട്ടിയ ബ്രെഡ് കൈ ഉപയോഗിക്കാതെ കഴിക്കുക. രണ്ടാമത്തേത് ചരടിൽ തൂക്കിയിട്ട ഗ്ലാസ്സിലെ ജ്യൂസ് വാകൊണ്ട് കടിച്ചു പിടിച്ച് കുടിക്കുക. മൂന്നാമത് ഒരു ബോക്സിനുള്ളിലെ ഓപ്പോസിറ്റ് ആംഗിളിൽ ഇരുന്ന് കാലുകൊണ്ട് ഗോൾ അടിക്കുക. ഫസ്റ്റ് ടാസ്കിലെ ടീം നെസ്റ്റും സെക്കൻഡ് ആൻഡ് തേർഡ് ടാസ്കിലെ പവർ ടീമും ജയിച്ചു. അതായത് നെസ്റ്റ് ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പവർ ടീം ജയിക്കുന്നത്. സംഗതി ഭാഗ്യം കൊണ്ടാണ് പവർ ടീം ജയിച്ചതെന്ന് പറഞ്ഞു. കാരണം അത്ര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഒന്നും ആയിരുന്നില്ല ഇത്തവണ ബിഗ് ബോസ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സിബിൻ നേതൃത്വം വഹിക്കുന്ന പവർ ടീം തന്നെയാണ് അടുത്ത ആഴ്ചയിലേക്കും സെലക്ട് ചെയ്യപ്പെട്ടത്. ഈ ഒരു ആഴ്ച തന്നെ ജാസ്മിനും ഗബ്രിയൊക്കെ ഇവരെ കഷ്ടപ്പെട്ടാണ് സഹിച്ചത്. അടുത്ത ആഴ്ചയിലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. സത്യം പറഞ്ഞാൽ ജാൻമണി, ശരണ്യ, ഋഷി ഇവർക്കൊക്കെ നല്ല ഭാഗ്യമുണ്ട്. കാരണം ഈ വീക്കില് പുറത്തു പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച അവര് നോമിനേഷൻ ഫ്രീ ആവും. ഒരു പണിയെടുക്കാതെ സുഖിച്ച് ജീവിക്കുക എന്ന അവസ്ഥയാണ് നിലവിൽ അവരുടേത്. പവർ ടീമിൽ നിന്ന് ഇറങ്ങിയാല് ഉറപ്പായും ഇക്കൂട്ടര് നോമിനേഷനിൽ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അടുത്തതായി ജിൻഡോയിലേക്ക് പോവാം. രാവിലെ തന്നെ ജിൻഡോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്താണ് നടന്നിരുന്നത്. നോർമൽ വിഷയത്തെ ഊതി വീർപ്പിക്കൽ പരിപാടി ആശാന്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് ഒഴിവാക്കി കളയാൻ തോന്നുന്നുണ്ടോ? ജാസ്മിൻ കട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ചതും അതുപോലെ ചെരുപ്പിടാതെ ബാത്റൂമിലും അകത്തും നടക്കുന്നതൊക്കെ ഒരു മഹാസംഭവം പോലെയാണ് ജിൻഡോ ഊതി വീർപ്പിച്ചത്. ഒരു നോർമൽ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വിഷയത്തെ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ജിൻഡോ നോക്കിക്കണ്ടത്. സംഭവം ചെയ്ത തെറ്റ് ജാസ്മിൻ സമ്മതിച്ചു കൊടുത്തുവെങ്കിലും ഇതിനിടയിൽ ചെയ്ത ചില കാര്യങ്ങൾ ജാസ്മിന് തന്നെ പണി കൊടുത്തു. അതായത് യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ ബെഡിൽ വെച്ചതാണ് പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. ജിൻഡോ ഇത് കാണുകയും ജാസ്മിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് പുറത്ത് ചെരുപ്പിട്ടിരിക്കുന്നത് ജിൻഡോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ആരുടേത് എന്ന് ചോദിച്ച ജിൻഡോ ജാസ്മിൻ്റെതാകുമെന്ന് പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ ബാത്റൂമിൽ പോലും ജാസ്മിൻ ചെരുപ്പിടില്ലെന്നും വൃത്തി ഒട്ടുമില്ലെന്നും ആ കാലും വെച്ചാണ് സോഫയിൽ കാലും കയറ്റിയിരിക്കുന്നതാണ് ജിൻഡോ ജാസ്മിനെതിരെ ആരോപിച്ചത്. ഒന്ന് കിട്ടാനായി കാത്തിരുന്ന ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞു. താൻ ബാത്റൂമിൽ ചെരുപ്പിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നും അതുപോലെ ഇറങ്ങുമ്പോൾ കാല് കഴുകിയിട്ടാണ് ഇറങ്ങുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. സത്യത്തിൽ ജാസ്മിൻ അപ്പോഴേ തെറ്റ് ചെയ്തത് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. പകരം മനഃപൂർവ്വം സോഫയിൽ കാല് കയറ്റി വെച്ചതാണ് സീൻ വഷളാക്കിയത്. വീട്ടിലുള്ള എല്ലാവരും ജാസ്മിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനോ തെറ്റ് തിരുത്താനോ ജാസ്മിൻ തയ്യാറായിരുന്നില്ല. അത് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫോൾട്ട് തന്നെയാണ്. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അവിടെയും ജിൻഡോ വായ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം ഒഴിവാക്കിയാൽ ആള് നന്നാവും എന്ന് പറയേണ്ടി വരും. പറഞ്ഞത് തെറ്റായതുകൊണ്ടാണ് സിബിനും ബാക്കിയുള്ളവരും ജിൻഡോയെ എതിർക്കുന്നത്. ഈ വഴക്കിന് പിന്നാലെ ജാസ്മിന്റെ ഈഗോ മാറ്റി നിർത്തിയാൽ എല്ലാം ശരിയാവുമെന്ന് ശരണ്യ പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈഗോ ഉള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും കണ്ടന്റ് വീടിനുള്ളിൽ ഉണ്ടാവുന്നത്. മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഈഗോ ഒഴിവാക്കിയാൽ ഈ പറയുന്ന ശരണ്യക്ക് പോലും മിണ്ടാൻ ചാൻസ് കിട്ടിയെന്ന് വരില്ല. കാരണം കണ്ടന്റ് മേക്കേഴ്സ് മിണ്ടാതെയായാൽ ബാക്കിയുള്ളവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പേഴ്സണലി ജാസ്മിനെ ഇമോഷണലി തകർക്കാനാണ് ജിൻഡോ ശ്രമിച്ചത്.
കാരണം വൃത്തിയില്ല, അതുപോലെ കുളിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് വളരെയധികം ഹേർട്ടാകും. ജാസ്മിനെ അത് എഫക്ട് ചെയ്യില്ലെന്ന് മാത്രം. അത് കൃത്യമായി മനസ്സിലായത് നോറയ്ക്കാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നോറയും ജാസ്മിനും ശത്രുക്കളാണെങ്കിലും ന്യായത്തിന്റെ ഭാഗത്ത് നോറ നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ജാസ്മിനെ ഇമോഷണലി മറ്റുള്ളവർ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന തോന്നിയെന്ന് നോറ പറയുന്നത്. എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാൾ ജാസ്മിന് ഇക്കാര്യങ്ങളിൽ ചീത്ത പറയുന്നത് മോശമാണെന്നും നോറ പറയുന്നുണ്ട്, അതായത് ജിൻഡോയെ. സംഭവം എപ്പോഴും കരച്ചിലാണെങ്കിലും നോറ ചില സമയത്ത് കാര്യങ്ങൾ കറക്റ്റായി വിലയിരുത്താറുണ്ട്. സിബിൻ ജിൻഡോയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം ജിൻഡോ തെറ്റ് ചെയ്യുന്നു, സിബിൻ ജിൻഡോയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു. ഇതാണ് നിലവിലെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇന്നലെ നോറയ്ക്ക് മുന്നിൽ ഫാർട്ട് ചെയ്തതും ഇന്ന് ജാസ്മിനോട് നടത്തിയ സ്റ്റേറ്റ്മെന്റിനോടൊക്കെ ജിൻഡോ മാപ്പ് പറയുന്നത് സിബിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് ജിൻഡോയുടെ ചരട് നിലവിൽ വലിക്കുന്നത് സിബിനാണ്. അത് പലപ്പോഴും ജിൻഡോയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അടുത്തതായി ജാൻമണി മൈക്ക് ധരിക്കാത്തതാണ് പ്രശ്നം. അവിടെയും പവർ ടീമിനെതിരെ ബാക്കിയുള്ളവർ പൊങ്കാലയിടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പവർ ടീം ശിക്ഷ കൊടുത്തത്. അതായത് പവർ ടീമിലുള്ള സിബിൻ, ശരണ്യ ഇവരൊന്നും കഴിഞ്ഞ ദിവസം മൈക്ക് ഇടാത്തതിന്റെ പേരിൽ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. ജാൻമണിയുടേതും കൂടി ആയപ്പോൾ പ്രത്യേകിച്ച് ശ്രീതു ചോദ്യം ചെയ്തോടെയാണ് പണിഷ്മെന്റ് എന്ന ഓപ്ഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സിബിൻ പോലും പണിഷ്മെന്റ് ചെയ്യാമെന്ന് പറയണമെങ്കിൽ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സിബിൻ, ജാൻമണി, ശരണ്യ ഇവരൊക്കെ ശിക്ഷയായി ഏത്തമിടുന്നുണ്ട്. ഈ ശിക്ഷ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും പവർ ടീമിനെ എല്ലാവരും കൂടി തീരുമാനമാക്കിയിരുന്നു. മറ്റൊന്ന് ശ്രീതുവും അർജുനുമാണ്. നിലവിൽ ഇരുവരും തമ്മിൽ ലവ് സ്ട്രാറ്റജി ഒന്നും ഇല്ലെങ്കിലും പുറത്ത്, അതായത് സോഷ്യൽ മീഡിയ ഇരുവരെയും റൊമാൻറ്റിക് കപ്പിൾസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണോ ബിഗ് ബോസ് എപ്പിസോഡിൽ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയതെന്ന് സംശയമുണ്ട്. കാരണം പറയത്തക്ക സ്ക്രീൻ സ്പേസ് ഒന്നും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടാറില്ല. എന്തിനെ ലൈവിലല്ലാതെ എപ്പിസോഡുകളിലൊന്നും ഇവർ ഒരുമിച്ചിരിക്കുന്നതോ അതുപോലെ സംസാരിക്കുന്നതോ കാണുന്നതോ ഒക്കെ വളരെ കുറവാണ്. ഇന്നലത്തെ ഒരു ഒറ്റ എപ്പിസോഡിന് പിന്നാലെ ചെറുതായ ഒരു ലവ് ട്രാക്കിലേക്ക് ഇവർ എത്താൻ സാധ്യതയുണ്ട് എന്ന സൂചന കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ജാസ്മിനും ഗബ്രിയും അർജുനന്റെ കാര്യം തീരുമാനം ഞങ്ങളോ പെട്ടു, നിങ്ങളോ അതിൽ കുടുങ്ങല്ലേ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ജാസ്മിനെയും ഗബ്രിയെ പോലെ ഇവരെ എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 40ാമത്തെ എപ്പിസോഡ് കടന്നുപോയത്. നിലവിലെ വീടിനുള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു ഓവർ കോൺഫിഡൻസ് വന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം നോമിനേറ്റ് ആവില്ല എന്ന വിശ്വാസം പലർക്കും ഉണ്ട്, പ്രത്യേകിച്ച് ശരണ്യ, ജാൻമണിക്കൊക്കെ. അടുത്ത നോമിനേഷനിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അമിത പ്രതീക്ഷ ആർക്കും നല്ലതല്ല.